നമസ്കാരം. കറുപ്പിന് ഏഴഴകാണെന്നാണ് പൊതുവെ നമ്മൾ പറയാറുള്ളത്. എന്നാൽ കറുപ്പ് നിറത്തോട് അസാധാരണമായ രീതിയിൽ പേടിയുള്ള മനുഷ്യരും നമുക്കിടയിലുണ്ട്. അതൊരു രോഗമാണ്, മെലനോഫോബിയ. മെലനോഫോബിയ എന്നാൽ കറുപ്പ് കാണുമ്പോൾ, കറുപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭയമാണ്. ചിലർക്ക് ഈ ഭയം അധികരിച്ച് പാനിക് അറ്റാക്ക് വരെ ഉണ്ടാകാം. കറുപ്പിനെ ഭയക്കുന്ന നമ്മുടെ ഭരണകർത്താക്കളിൽ പല ഉന്നതർക്കും ഈ അടുത്ത കാലത്തായി മെലനോഫോബിയ ബാധിച്ചതായി സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിൽ പ്രധാനി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. കറുത്ത നിറത്തോട് അദ്ദേഹം കാട്ടുന്ന വെറുപ്പും ഭയവും ഈ അസുഖത്തിന്റെ ലക്ഷണമാകാമെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ. കരിങ്കൊടി പ്രതിഷേധങ്ങളെ പോലീസിനെ ഉപയോഗിച്ച് നേരിടുന്ന പിണറായി എന്ന സ്വേച്ഛാധിപതിക്ക് കറുത്ത മാസ്കും കറുത്ത വസ്ത്രങ്ങളും എന്തിനേറെ കറുത്ത ബലൂൺ പോലും ഭയമാണ്. മെലനോഫോബിയ പ്രശ്നമുള്ളവർക്ക് കറുപ്പ് കണ്ടാൽ ഭയം, ഇരുട്ട്, മരണം, നഷ്ടപ്പെട്ടു എന്ന തോന്നൽ, ഒറ്റപ്പെടൽ, നിരാശ, രാത്രി തുടങ്ങിയ പല ചിന്തകളും ഉണ്ടാകാം. ഇവയാകാം ഇവരുടെ ഭയപ്പാടിന് പിറകിൽ. കറുപ്പിനോട് മാത്രമല്ല, ഇരുണ്ട നിറത്തോട് പോലും ഇത്തരത്തിൽ ഫോബിയയുള്ളവർക്ക് പ്രശ്നങ്ങളുണ്ടാകാം. ഇത്തരം ഫോബിയയ്ക്ക് പിറകിൽ ചില പ്രത്യേക കാരണങ്ങളുമുണ്ട്. പാരമ്പര്യം ഇതിന് ഒരു കാരണമാണ്. കുടുംബപരമായി ഡിപ്രഷനോ മൂഡ് ഡിസോർഡറുകളോ ഉണ്ട് എങ്കിൽ ഇത് ഉത്കണ്ഠ പോലെയുള്ള പ്രശ്നങ്ങളും ഇത്തരം ചില ഫോബിയകളും ഉണ്ടാക്കുന്നു. ഇമോഷണൽ പ്രശ്നങ്ങളാകാം ഇതിന് പുറകിലുള്ള മറ്റൊരു കാരണം. കറുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകുന്ന നല്ലതല്ലാത്ത അനുഭവങ്ങൾ ഫോബിയയിലേക്ക് നയിക്കാം. മരണം പോലുള്ളവ കറുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദുഃഖാചരണത്തിനും മറ്റും കറുപ്പ് തന്നെയാണ് ഉപയോഗിച്ചു വരുന്നത്. ഇതിന് പരിഹാരമായി പല ചികിത്സാ വിധികളുമുണ്ട്. ഇതിന് CBT അഥവാ കൺജക്റ്റീവ് ബിഹേവിയറൽ തെറാപ്പി, സ്ട്രെസ് കുറയ്ക്കുക, മരുന്നുകൾ എന്നിവ പരിഹാരമായി ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ഈ ഫോബിയ ഒഴിവാക്കാനായി ചെയ്യാവുന്ന ചില കാര്യങ്ങളുമുണ്ട്. കഫീൻ ഉപയോഗം കുറയ്ക്കുക, മദ്യപാനം ഒഴിവാക്കുക, ഡ്രഗ്സ് ഉപയോഗമുണ്ട് എങ്കിൽ ഇത് കുറയ്ക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുക, സ്ട്രെസ് കുറയ്ക്കാനുള്ള വഴികൾ പരീക്ഷിക്കുക, പുകവലി ഉപേക്ഷിക്കുക, മക്കൾക്കും മരുമക്കൾക്കുമൊപ്പം സമയം ചിലവഴിക്കുക എന്നിവ ഇതിൽ പെടുന്നു. ഇതിനായി പ്രൊഫഷണൽ സഹായം വേണമെങ്കിൽ അത് തേടാനും മടിക്കരുത്. എന്തായാലും നമ്മുടെ മുഖ്യമന്ത്രിയുടെ കറുപ്പ് പേടിക്കെതിരെ കനത്ത പ്രതിഷേധവും ഉയർന്നു വരുന്നുണ്ട്. കൊല്ലം തലവൂർ പഞ്ചായത്ത് BJP അംഗം രഞ്ജിത്ത് നടത്തിയ പ്രതിഷേധമാണ് അതിൽ ഏറെ വ്യത്യസ്തത പുലർത്തിയ ഒന്ന്. ശരീരം മുഴുവൻ വെള്ള പെയിന്റ് അടിച്ചാണ് രഞ്ജിത്ത് പ്രതിഷേധിച്ചത്. പോലീസിനെ ഭയന്നാണ് വെള്ള പെയിന്റ് അടിച്ചത് എന്ന് രഞ്ജിത്ത് പറഞ്ഞു. പത്തനാപുരത്ത് മുഖ്യമന്ത്രി എത്തുന്നതിന് അല്പം മുൻപാണ് തലവൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായ രഞ്ജിത്ത് വേറിട്ട പ്രതിഷേധം നടത്തിയത്. കറുപ്പ് നിറമുള്ള തന്നെ മുഖ്യമന്ത്രി കടന്നു പോകുമ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യാതിരിക്കാനാണ് വെള്ള നിറം അടിച്ചത് എന്ന് രഞ്ജിത്ത് പറഞ്ഞു. വൈദ്യുതി മുടക്കത്തിനെതിരെ KCBക്ക് 9,737 രൂപയുടെ ചില്ലറ നൽകി നേരത്തെ രഞ്ജിത്ത് പ്രതിഷേധിച്ചിരുന്നു. അതേസമയം നവകേരള യാത്രയ്ക്കെതിരെ പ്രതിപക്ഷ യുവജന സംഘടനകൾ പ്രതിഷേധിക്കുന്നതിനിടെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ഭീഷണിയുമായി സോഷ്യൽ മീഡിയയിലെത്തിയത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എസ്കോർട്ട് ഉദ്യോഗസ്ഥനായ MS ഗോപികൃഷ്ണനാണ് ഫേസ്ബുക്കിൽ കമന്റിട്ടത്. കഴിയുമെങ്കിൽ വണ്ടി വഴിയിൽ തടയൂ, കൊല്ലം കടയ്ക്കലിൽ വെച്ച് എല്ലാ മറുപടിയും അന്ന് തരാം എന്നായിരുന്നു ഗോപികൃഷ്ണന്റെ കമന്റ്. കുമ്മിൽ പഞ്ചായത്ത് അംഗവും യൂത്ത് കോൺഗ്രസ് നേതാവുമായ കുമ്മിൽ ഷമീറിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന് താഴെ കമന്റായാണ് MS ഗോപികൃഷ്ണൻ ഭീഷണി സന്ദേശം കുറിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് MS ഗോപികൃഷ്ണൻ. എന്നാൽ നവകേരള സദസ്സിന് പോയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംഘത്തിൽ ഇയാളെ ഉൾപ്പെടുത്തിയിട്ടില്ല. അതേസമയം നവകേരള സദസ്സ് നടക്കുന്ന വേദിക്ക് സമീപം കറുത്ത ബലൂൺ ഉയർത്തി യൂത്ത് കോൺഗ്രസും പ്രതിഷേധിച്ചു. പത്തനംതിട്ട ആറന്മുള മണ്ഡലത്തിലെ പരിപാടി നടക്കുന്ന ജില്ലാ സ്റ്റേഡിയത്തിന് സമീപത്താണ് പ്രതിഷേധ സൂചകമായി ബലൂൺ പറത്തിയത്. കാസർഗോഡ് നിന്നും തുടക്കം കുറിച്ചതു മുതൽ പ്രതിപക്ഷം വലിയ പ്രതിഷേധമാണ് നവകേരള സദസ്സിനെതിരെ ഉയർത്തുന്നത്.